ലാസ്റ്റ് മിനിറ്റിൽ പ്രഷർ പാനിക് ആവാതെ ടാക്ടിക്സിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് പ്ലേയേഴ്സിൽ ഒരു കോൺഫിഡൻസ് കൊടുത്ത മുതലാണ് അർജന്റീനയുടെ കോച്ച് സ്കലോണി. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ അർജന്റീന വിൻ ചെയ്യുമ്പോഴൊക്കെ അതിലൊരു ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് കൂടുതൽ അഭിപ്രായമില്ല. കാരണം എന്താ വെച്ചാൽ സ്കലോണിനെ പോലുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ഒരു കോച്ചിന്റെ വിഷൻ ഉണ്ട്. ഇത് കറക്റ്റ് ടൈമിങ് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കാം മൈൻഡ് സെറ്റ്, പെർഫെക്റ്റ് ടാക്ടിക്സ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനൊരു മാറ്റം സംഭവിച്ചത്. ടച്ച് ലൈൻ നിന്ന് ഗെയിം കൺട്രോൾ ചെയ്യുന്നതാണ് സ്കലോണി. പ്ലേയേഴ്സിൽ ഒരു ബിലീഫ് ഉണ്ടാക്കി നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റി കൊടുത്ത് അവസാനം വിസൽ വിളിക്കുന്നത് വരെ പോരാടാൻ പഠിപ്പിച്ച ഒരു കോച്ചാണ് സ്കലോണി. അർജന്റീന എന്ന് പറയുന്നത് ഒരു വെറും ഒരു ടീം മാത്രമല്ല, അവര് ഫാമിലി പോലെയാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഈ മെസ്സി ഫീൽഡില് മാജിക് കൊണ്ടുവരുമ്പോൾ സ്കലോണി ടച്ച് ലൈനിൽ മാസ്റ്റർ പീസ് ഉണ്ടാക്കിയാണ്. കോച്ച് ഇല്ലാതെ എങ്ങനെയാണ് ഒരു ചാമ്പ്യൻസ് ഉണ്ടാകുന്നത്? സ്കലോണി ഈസ് ദ ബെസ്റ്റ് ഗെയിം ചേഞ്ചർ. അർജന്റീന ടീമിന്റെ ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സിയും സ്കലോണിയും കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ്. മെസ്സിയുടെ മാജിക്കും മെസ്സിയുടെ ലീഡും മെസ്സിയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്കലോണിയുടെ സ്ട്രാറ്റജി, ടാക്ടിക്സ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അർജന്റീന ഒരു പവർഫുൾ ടീമായി മാറുന്നത്.